ഗസ്റ്റായി പോയപ്പം അറ്റൻഡ് ചെയ്തപ്പോ ഈ മെറ്റ് ഗാലയിൽ ഭയങ്കര ഔട്ട്ലാൻഡിഷ് എക്സ്ട്രാവഗൻ ഔട്ട്ഫിറ്റ് റിഡിക്യുലസ് ഔട്ട്ഫിറ്റ്സ് ഒക്കെ ആയിട്ടാണല്ലോ ഒരു രീതിയാണ്. അതാണല്ലോ. പിന്നെ ആരെയായിരുന്നു ഫുള്ള് റെഡ് ഇട്ട് വന്നത്, ഒരു ഡെവിലിനൊക്കെ അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര ഒരു ഔട്ട്ലാൻഡിഷ് എല്ലാരും ഉറ്റു നോക്കുന്ന ഒരു സംഭവമാണ്. ഒന്ന് പാരീസ് ഫാഷൻ വീക്കും പിന്നെ മെറ്റ് ഗാലയും. അതെ ജനറൽ നോളജ്. അപ്പൊ ഇങ്ങനെ എന്താ മെറ്റ് ഗാലയിലേക്ക് പോയപ്പോ അപ്പൊ ഈ ഡിസൈനേഴ്സ് ഫാഷൻ ബ്രാൻഡ്സ് ഒക്കെ എന്താ ചെയ്യാ, വലിയ സെലിബ്രിറ്റീസിന് അവരാണ് സ്റ്റൈൽ ചെയ്യുക. അവർക്ക് അവരുടെ ഒരു ക്രിയേഷൻ എന്താ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് ബ്രാൻഡിങ്. അപ്പൊ എമ്മ ചേംബർലിന്റെ സ്റ്റൈൽ ചെയ്തിരുന്നത് കാർട്ടിയർ എന്നൊക്കെ നമ്മൾ പറയുന്ന കാർട്ടിയർ ബ്രാൻഡ്. അപ്പൊ കാർട്ടിയർ ബ്രാൻഡ് ഇവൾക്ക് കൊടുത്ത ഔട്ട്ഫിറ്റിന്റെ കൂടെ ജ്വല്ലറി കൊടുത്തപ്പോ ഏൻഷ്യൻ ഇന്ത്യയിലെ മഹാരാജ അവരുടെ അടുത്തുനിന്ന് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ കാർട്ടിയെ എടുത്തിരുന്ന ജ്വല്ലറി ഓർണമെന്റ്സ് ആണ് ഇവൾക്ക് കൊടുത്തിരുന്നത്. ഇവളത് അണിഞ്ഞു, ഇവള് മെറ്റ് ഗാലയിലേക്ക് പോയി. അപ്പൊ എന്നിട്ട് ഇന്ത്യൻസ് ഒക്കെ അതിന്റെ അവള് ഇട്ട പോസ്റ്റിന്റെ താഴെയൊക്കെ ഫുള്ള് യു സ്റ്റോൾ ദിസ്, സ്റ്റോളൻ ജ്വല്ലറി, ഗിവ് ഇറ്റ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് കമന്റ് സെക്ഷൻ അങ്ങനെയായിരുന്നു. അപ്പൊ ഇവള് പറഞ്ഞ ഇവള് ഇത് ഇട്ടെന്ന് മാത്രല്ല, ഇവളത് ഇട്ടതിന് അപ്പോളജൈസ് ചെയ്തില്ല ഇന്ത്യൻസിനോട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ എമ്മ ചേംബർലിൻ എന്നൊക്കെ പറഞ്ഞ ഒരു സാധാരണ യൂട്യൂബർ മെറ്റ് ഗാലയിലേക്ക് വിളിച്ചു. ഇവള് കാർട്ടിയാണ്, കാർട്ടിയാണ് എന്നെ സ്പോൺസർ ചെയ്യുന്നത്, അല്ലെ എന്റെ ഔട്ട്ഫിറ്റ് നോക്കിയ കാർട്ടി ഇവൾക്ക് ജ്വല്ലറി എടുത്തു. ഓ താങ്ക് യു, ഇതൊരു ഏൻഷ്യൻ ജ്വല്ലറി ആണെന്ന് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ ഇവള് ആണോ, അതെ തലമുറകൾ കൈമാറി വന്നതോ ഓക്കെ പറഞ്ഞു. ഇവൾക്ക് ഇതിനെ കുറിച്ച് അറിയുന്ന പോലും ഉണ്ടാവില്ല. എന്നിട്ട് ഇവള് അപ്പോളജൈസ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഇവളെ കാണല് നിർത്തി. എന്റെ ഫ്രണ്ട് പറയാം ഞാൻ ഇവളെ കാണല് നിർത്തി. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിച്ചു, ഇതൊക്കെ ഇപ്പൊ പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് മനസ്സിൽ വന്നു. എനിക്ക് ലിറ്ററലി നിങ്ങളോടുള്ള ചോദ്യമാണ്, എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ? കാരണം പണ്ട് കാലത്ത് ഇപ്പൊ ഈ മുഗൾ എംപയേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിലും ഇതേപോലെ പലയിടത്തുനിന്നും കൊന്നിട്ടും മുഗൾ എംപയർ മുഗൾസ് അഫ്ഗാനിസ്ഥാനൊക്കെ ആയിട്ട് കുറെ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ. മുഗൾ എംപയർ എന്ന് പറഞ്ഞാൽ ഗംഗിസ് ഖാന്റെ ലിനിയേജ് എന്ന് വന്നതാണ് അവര്. അപ്പൊ അവരും ഇതേപോലെ കുറെ ആൾക്കാരെ കൊന്നിട്ടാണ് വരുന്നത്. മുഗളുടെ അടുത്തുനിന്നാണ് ഈ നൂർ ഷാ എന്ന് പറഞ്ഞിട്ടുള്ള ഇറാന്റെ ഷാ പിടിച്ചെടുത്തത്, കോഹിനൂർ. അപ്പൊ അങ്ങനെ ഇത് അങ്ങനെ ആയിരുന്നു ലോകം. അപ്പൊ ഒരു ഫുഡ് ഫോർ തോട്ട് എന്നുള്ള രീതിയിൽ പറയാണ്. പണ്ടത്തെ രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഓർമ്മ, നമ്മള് എവിടെ ടൊറോണ്ടോയിലൂടെ നടന്നു പോകുമ്പോ നമ്മള് പറഞ്ഞില്ലായിരുന്നോ ഈ ഷാജഹാന് മറ്റേ താജ്മഹൽ ഉണ്ടാക്കിയതിന്റെ ശേഷം അതിന്റെ ആർക്കിടെക്ചേഴ്സിനൊക്കെ കൊന്നും ചെയ്ത് പണിയെടുത്ത് ഞാൻ തന്നെയാണെന്ന് തോന്നണേ. എന്നിട്ട് നമ്മള് പറഞ്ഞും ചെയ്തു നമുക്കിത് പോഡ്കാസ്റ്റ് പറയാം. അത് കറക്റ്റ് ആണോ അല്ലേന്ന് എനിക്കറിയില്ല, പക്ഷെ സെമീർ എന്നോട് പറഞ്ഞതാണ്. ഒരു കേട്ടുകളിൽ പക്ഷെ ഈ പിരമിഡ് ഉണ്ടാക്കിയതിലും അങ്ങനത്തെ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിരമിഡ് ഉണ്ടാക്കിയതിനു ശേഷം അത് ഉണ്ടാക്കിയ വർക്കേഴ്സിനൊക്കെ ഇങ്ങനെ പല രീതിയിൽ പിന്നീട് ഈ ഒരു ക്രിയേഷൻ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോ അന്നത്തെ രാജാക്കന്മാരല്ലേ ചെയ്തൂടെ. കാരണം ഓർക്ക് പറഞ്ഞാലിപ്പം ഇത് ഇത്ര വലിയൊരു സിമ്പിൾ മാറ്റർ അല്ല. ഇപ്പൊ ഒരാളൊക്കെ ഡിക്റ്റേറ്റർ മൂവിയില് ജനറൽ അല്ലാതെയും പറയണ പോലെ ഇങ്ങനെ മതി അവനെ കൊന്ന്